ഇലക്ഷൻ കമ്മീഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിഷേധ പ്രകടനവും അതിനെ തുടർന്നുള്ള യോഗവുമാണ് ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയുടെ ആ ഭരണഘടനയ്ക്കകത്ത് നിർവഹിച്ചിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാനും ആ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമായിട്ടാണ് നമ്മുടെ ഭരണഘടനാ വിദഗ്ധന്മാർ ഈ ഇലക്ഷൻ കമ്മീഷനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള സ്വഭാവത്തെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. എന്നാൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു ഉപകരണമായി, ഒരു ഡിപ്പാർട്ട്മെന്റായി, ഒരു വിഭാഗമായി ഇന്ന് മാറിയിരിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതല്ലാതെ ഇന്ത്യ ഗവൺമെന്റിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ രാജ്യത്തിലെ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമെല്ലാമുള്ള ഇലക്ഷൻ നടത്തി നിയമസഭാ സാമാജികന്മാരെ, പാർലമെന്റ് സാമാജികന്മാരെ ഇന്ത്യക്ക് സമ്മാനിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട് ഉറപ്പാക്കുമെന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട സ്ഥാപനത്തെയാണ് നാം ഇലക്ഷൻ കമ്മീഷൻ എന്ന് നമ്മുടെ ഭരണഘടനാ ശില്പികൾ അതിനെ കാണുന്നത്. എന്നാൽ ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, ആ കമ്മീഷൻ സുപ്രധാനമായ ഒരു ചൂടുമായി ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നു. ആ ചൂട് എന്ന് പറയുന്നത് അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആദ്യം ബീഹാറിൽ ആ പരിഷ്കരണം നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏകദേശം 2 മാസം കൊണ്ട് ബീഹാറിനകത്തെ 9 കോടി ജനങ്ങളെ, അവർ പൗരന്മാരാണോ, അവർക്ക് വോട്ടവകാശമുണ്ടോ, അവർ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളാണോ, അതിൽ ആ വോട്ടർ പട്ടികയിൽ മരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ടോ, അവരെ ഒഴിവാക്കിയിട്ടുണ്ടോ, ആരെങ്കിലും ചേർക്കാനുണ്ടോ, അവിടെ സ്ഥിരതാമസക്കാർ ആളുകൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലേ തുടങ്ങിയ ഗൗരവപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷൻ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് 2002 ഉണ്ടായിട്ടുള്ള വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി അതിനുശേഷം ജനിച്ച എല്ലാ ആളുകളും അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ ജന്മ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കമ്മീഷൻ മുന്നോട്ട് വന്നു. അങ്ങനെ വന്നപ്പോ 11ഓളം വരുന്ന തെളിവുകൾ ഈ നാട്ടിലെ പൗരന്മാരാണ്, ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് വോട്ടവകാശമുള്ളവരാണ്, അവർക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ളവരാണ് എന്ന് പറയുന്ന രേഖകൾ, ആ രേഖകൾക്കകത്ത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത വോട്ടേഴ്സ് ID ഉൾപ്പെട്ടില്ല. അത് സ്വീകരിക്കാൻ നിർവാഹമില്ല എന്ന് ഈ കേന്ദ്ര കമ്മീഷൻ പിന്നെ പറയുകയുണ്ടായി. രണ്ടാമതായി, കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലെ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആധാർ കാർഡ് അടിസ്ഥാനമാക്കില്ല എന്ന് പറയുകയുണ്ടായി. മൂന്നാമതായി, ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് എല്ലാവർക്കും ലഭിക്കുന്ന, അവർ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന ആ ലൈസൻസ് ഇതിനെ അടിസ്ഥാനമാക്കി പറയുകയുണ്ടായി. നമ്മുടെ റേഷൻ കാർഡ്, ഞാനും നിങ്ങളുമെല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ്, ആ റേഷൻ കാർഡ് അവര് ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ആ റേഷൻ കാർഡ് മതിയാവില്ല എന്ന് പറയുകയുണ്ടായി. പിന്നെ ഇവർ പറയുന്ന കാര്യം എന്താ? ഇവർ പറയുന്ന കാര്യം, ഇവർ ഈ 2002 ശേഷം ജനിച്ചവർ, അതല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്നവർ, ഇതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്തവർ, അവരെല്ലാം തന്നെ അവരുടെ അച്ഛന്റെയോ അമ്മയുടെയോ
ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾക്ക് അത് ഹാജരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന്റെ ഉത്തരമാണ് ബീഹാറിൽ നാം കണ്ടത്. ബീഹാറിൽ 65 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട ആളുകൾ, അതിനകത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഭൂരിപക്ഷമുണ്ട്, മറ്റ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള 65 ലക്ഷത്തോളം വരുന്ന ആളുകൾ ബീഹാറിനകത്ത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാതെ പോയി എന്ന് പറയുമ്പോ ഈ തീവ്ര പരിഷ്കരണം കൊണ്ട് എന്താണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഈ മാലോകർക്കാകെ, ഇന്ത്യക്കാകെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ വേണ്ടി ഫോം കൊടുക്കുമ്പോൾ അവർ നൽകുന്ന തെളിവുകളായി ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ് കോപ്പി, അതോടൊപ്പം തന്നെയുള്ള ഈ പറയുന്ന വോട്ടേഴ്സ് ID അടക്കം സ്വീകരിക്കുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിച്ചു. എന്നാൽ ഈ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയെ പോലും വകവയ്ക്കുന്നവരല്ല എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു. ആ പറയുന്ന രേഖകൾ എല്ലാം അടിസ്ഥാനമാക്കി വോട്ടർ പട്ടിക ഉൾപ്പെടുത്തുവാൻ വേണ്ടി, ആളുകൾ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ഈ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. നാം ചിന്തിക്കണം, 2023 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയായിരിക്കണം. ആ സ്വതന്ത്ര ബോഡിയായിട്ടുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനകത്ത് ഈ കമ്മീഷൻ നിശ്ചയിക്കേണ്ടത് ഒരു സ്വതന്ത്ര ബോഡിയാണ്. അതിനുവേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ആ കമ്മിറ്റിയിൽ ഉൾപ്പെടണം. നമ്മുടെ പ്രതിപക്ഷ നേതാവ്, പാർലമെന്റ് പ്രതിപക്ഷ നേതാവ് ആ കമ്മിറ്റി ഉൾപ്പെടണം. മൂന്നാമതായി ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആ കമ്മിറ്റി ഉൾപ്പെടണം. 2023 ഈ ഇന്ത്യയുടെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോടതി ഈ കാര്യത്തിനെതിരെ വിധി പ്രസ്താവിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടിനെ ഒരു ഹിന്ദുത്വ നാടാക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഡി സർക്കാർ ആ വിധി അട്ടിമറിച്ചു. പാർലമെന്റിനകത്ത് നിയമനിർമ്മാണം നടത്തി. അങ്ങനെ ആ കമ്മിറ്റിക്കകത്ത് ഈ ഇലക്ഷൻ കമ്മീഷന്മാരെ നിശ്ചയിക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റി എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമന്ത്രി, 2 പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന മറ്റൊരു മന്ത്രി, 3ാമത് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ഏതാണോ ആ പാർട്ടി തീരുമാനിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഈ ഇലക്ഷൻ കമ്മീഷന്മാരെ വരും. അതാണ് ഇപ്പോ സംഭവിച്ചിട്ടുള്ളത്. ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ BJPയുടെ സംഘപരിവാരത്തിന്റെ RSSന്റെ ഒരു പ്രചാരകനായി അറിയപ്പെടുന്ന ആളാണ്. ആ IAS ഉദ്യോഗസ്ഥനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു കൊണ്ട് ഇന്ന് രാജ്യത്താകെ, ബീഹാർ കഴിഞ്ഞപ്പോ നമ്മുടെ രാജ്യത്താകെ 12 സ്റ്റേറ്റുകളിൽ അതിതീവ്ര പരിശോധനയ്ക്ക് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ കേരളം പറഞ്ഞു, ഞങ്ങൾക്ക് തദ്ദേശ ഇലക്ഷൻ വരാൻ പോകുകയാണ്. തദ്ദേശ ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ഒഴിവുണ്ടായിരിക്കില്ല, ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് സമയമുണ്ടായിരിക്കില്ല, ബൂത്ത് ലെവൽ ഓഫീസർമാരായ ഉദ്യോഗസ്ഥന്മാർക്ക് സമയമുണ്ടായിരിക്കില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആ ഉത്തരവ് മാറ്റുക ആവശ്യപ്പെടുകയുണ്ടായി കേരള ഗവൺമെന്റ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. അത് മാത്രമല്ല, ഈ കേരള ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട് മാറ്റിവെക്കണമെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതെല്ലാം ധിക്കരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലടക്കം അടിയന്തരമായി 2 മാസത്തിനുള്ളിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരിച്ച് ജനുവരി മാസം 30-ാം തീയതിക്കുള്ളിലായി നമ്മുടെ പുതിയ പട്ടിക പുറത്തുവിടുന്ന ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇറക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇറക്കുമ്പോ 2002 നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുള്ള വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ആ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആരംഭിക്കുമെന്ന് നിശ്ചയിക്കുമ്പോ എത്രയോ ആളുകൾക്ക്, ദശലക്ഷക്കണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ പുറത്താകും. അങ്ങനെ പുറത്താകുമ്പോ നമ്മുടെ രാജ്യത്തിലെ വോട്ടർമാരുടെ സ്ഥിതി എന്താകും? നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെച്ച മഹത്തായ ജനാധിപത്യം, ആ ജനാധിപത്യം നിർവഹിക്കുവാൻ വേണ്ടി എല്ലാവരും പോളിംഗ് സ്റ്റേഷനിലേക്ക്, എല്ലാവരും വോട്ട് ചെയ്യുന്നതിലേക്ക് എന്നുള്ള പ്രചാരണവുമായി എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും മുന്നോട്ട് വരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പറയുന്നു, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ല എന്ന്. അതാണ് RSSന്റെ പ്രചാരവേല നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നതിന്റെ പ്രതിഫലം ഈ ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അതിനകത്ത് BJP ഒരക്ഷരം ഉരിയാടുന്നില്ല. ഉരിയാടാതിരിക്കാൻ കാരണം ആസാമിനകത്ത്, മഹാരാഷ്ട്രയ്ക്കകത്ത് ഈ തീവ്ര പരിശോധന BJP ആവശ്യപ്പെട്ട ഒരു സ്ഥാനത്തിൽ മാറ്റിവെച്ചിരിക്കുന്നു.
എന്നാൽ മറ്റ് 12 സ്റ്റേറ്റുകളിൽ നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അതിനകത്ത് തന്നെ നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥികളെ വന്നിട്ടുള്ള മനുഷ്യരടക്കം ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആസാമിനകത്ത് അവർ പരിശോധന ആരംഭിക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോ അവിടെ ബംഗാൾ ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, ബംഗാൾ ഭാഷ സംസാരിക്കുന്ന ഹിന്ദുക്കളടക്കം ദശലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ പുറത്താകുമെന്ന് മനസ്സിലായപ്പോഴാണ് BJP അവിടെ ഈ തീവ്ര പരിസ്ഥിതി നിർത്തിവെക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ട് അങ്ങനെ അപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരാരാണോ, അവർ അഭയാർത്ഥികളെ വന്നവരാണോ, അവർ കടന്നുകയറ്റക്കാരാണോ, അവർ കുടിയേറ്റക്കാരാണോ, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. BJPയുടെ താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഏതൊരു കുടിയേറ്റക്കാരനും, ഏതൊരു രാജ്യദ്രോഹിക്കും, ഏതൊരു അഭയാർത്ഥിക്കും ഇന്ത്യക്കകത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നു, ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്നു എന്നുള്ള ദയനീയ യാഥാർത്ഥ്യമാണ് ഇന്ത്യക്കകത്ത് ഇത് രൂപപ്പെട്ടു വരുന്നത്. 135 കോടി ജനങ്ങളെ, ഇന്ത്യക്ക് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനാധിപത്യത്തെ കരിവാരി തയ്ക്കുന്ന, ജനാധിപത്യത്തില്ലായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, ആ കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഘടകകക്ഷിയായി ആര് മാറി? ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ മാറി എന്നുള്ള ഏറ്റവും അപജയത്തിന്റെ അങ്ങേയറ്റത്താണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ എത്തിയിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികളെ, ഇടതുപക്ഷക്കാർ തകർക്കാമെന്നൊന്നും മോഡി സ്വപ്നം കാണേണ്ട കാര്യമില്ല. മോഡി സ്വപ്നം കാണേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തിനെ ആകമാനം അമേരിക്കയ്ക്ക് അടിയറ വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പൊതുസമ്പത്ത് അമേരിക്കയ്ക്ക് കൊള്ളയടിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ മോഡി, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ രാജ്യത്തുള്ള ജനാധിപത്യവാദികൾ അവർ നടത്തിയ അത്യുജ്വലമായ പോരാട്ടത്തിന്റെ ഉൽപ്പന്നമാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് മോഡി മറന്നു പോകരുത്. കാരണം ഇതെല്ലാം മോഡി മറക്കും. അതിനുള്ള കാരണം എന്ന് പറയുന്നത് മോഡിയുടെ ഗുരുനാഥന്മാരായിട്ടുള്ള BD സവർക്കറും അതോടൊപ്പം തന്നെ RSS നേതാക്കന്മാരും എല്ലാം തന്നെ ഈ രാജ്യത്തിനകത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണം നിലനിർത്തി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇവിടെ വിടുവേല ചെയ്ത പാരമ്പര്യമാണ് RSSനും ഈ BJP മുൻഗാമികൾക്കും മോഡിയുടെ ഗുരുനാഥന്മാർക്കും ഉള്ളതെന്ന് കാണുമ്പോഴാണ് എന്തുമാത്രം ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ വെറുക്കുന്ന നേതാവാണ് മോഡി എന്ന് നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ട് ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത് ഹിന്ദു രാഷ്ട്രം ഇന്ത്യക്ക് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെന്റ് ആ ശ്രമമായി മുന്നോട്ട് വരുമ്പോ അതിനുവേണ്ടി ഒരു ഉപകരണമാക്കി ഇലക്ഷൻ കമ്മീഷൻ മാറ്റുമ്പോ ഒരു സംശയം വേണ്ട, അത്യുജ്വലമായ പോരാട്ടം ഈ നാട്ടിൽ ജനാധിപത്യവാദികൾ, സോഷ്യലിസ്റ്റ്വാദികൾ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രക്ഷോഭം, ഈ പ്രതിഷേധ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസ് മിണ്ടുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിനകത്ത് പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആണ്. എന്നാൽ കോൺഗ്രസ് ഒരക്ഷരം മിണ്ടുന്നില്ല. കോൺഗ്രസ് ഒരക്ഷരം മിണ്ടുന്നില്ല രാജ്യത്തിനകത്ത്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ഭാഗത്ത് BJP ആണെങ്കിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ ജനാധിപത്യത്തെ പൊരുതി കൊടുക്കുവാൻ വേണ്ടി BJPയും കോൺഗ്രസും ഒന്നിച്ച് ഇലക്ഷൻ കമ്മീഷൻ പിന്തുണയ്ക്കുന്ന അവസ്ഥ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കർണാടകയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടുകളെ കുറിച്ച് ഇപ്പോൾ എന്തേ മിണ്ടാത്തത്? എന്തേ രാഹുൽ ഗാന്ധിയുടെ വായിൽ നാക്കി ഇറങ്ങിപ്പോയോ? രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. ഈ 12 സ്റ്റേറ്റുകളിൽ വീണ്ടും ഈ പരിഷ്കരണം നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുമ്പോ കോൺഗ്രസ് മിണ്ടുന്നില്ല. വോട്ട് കൊള്ളയെ കുറിച്ച് ഇപ്പൊ കോൺഗ്രസ് മിണ്ടുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിനകത്ത്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാട്ടത്തിനകത്ത് ആ തനതായ പാരമ്പര്യമുള്ള ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഭഗത് സിംഗിന്റെയും സുഖദേവിന്റെയും രാജ്ഗുരുവിന്റെയും പിന്തുടർച്ചക്കാരായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഈ നീക്കത്തെ ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ടേക്ക് വരും. ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്.